അസ്സലാമലൈക്കും. ഇന്ന് നമ്മളെ വീട്ടിൽ നോമ്പറക്കാനും വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് നെയ്ച്ചോറും കോഴി വറുത്തരച്ച കറിയും പിന്നെ കുറച്ച് ചൂര അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് കൊടുക് സ്റ്റൈൽ ഒരു നെയ്ച്ചോറാണ് കേട്ടോ. ഇതിൽ നമ്മൾ പുതിനേൻ്റെ ഇല കുറച്ചിടുള്ളൂ, കരേപ്പിൻ്റെ ഇലയാണ് ഇടല്. അപ്പോൾ ഇതെങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കൽ, ഞാൻ വറുത്തരച്ച കോഴിക്കറിയും ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ ഡിഷ്. എല്ലാവരും വീട്ടിലും നെയ്ച്ചോറും കോഴിയിറച്ചി കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കും. ഇതിങ്ങനെ ആയിട്ട് ഒരു വാട്ടി വ്യത്യാസമായിട്ട് ഉണ്ടാക്കി നോക്കേണ്ടി. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ. ഇതിനും വേണ്ടി ഞാൻ 4 ചെറിയ ഉള്ളിയാണ് ഉണ്ടായിരുന്നത് എൻ്റെ അടുത്ത്. അതുകൊണ്ട് 4 ഉള്ളി എടുത്ത് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് കൂടുതൽ ഉള്ളി ആവശ്യപ്പെടില്ല. അപ്പോൾ നമുക്ക് 4 ഉള്ളിയാണ് ആവശ്യം. അത് നമുക്ക് മുറിച്ച് വെച്ചിട്ട് ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യും എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു പട്ടയും കറാമ്പും 2 ഏലക്കും കൂടി ഇട്ടിട്ട് പിന്നെ ഉള്ളി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇത് നല്ലൊന്നും മൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കൂടുതൽ കളർ ചേഞ്ചായി പോകും. ഞാൻ അരി അളന്ന് വെച്ചിട്ടുണ്ട്. അരപ്പാത്രമാണ് അരി എടുത്തിട്ടുണ്ടത്. അതിനും വേണ്ടി ഞാൻ ഒരു പാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുണ്ട് ഉപ്പിട്ട് കൊടുത്തങ്ങാണ്ട് ഇതൊന്ന് മൂടി വെക്കട്ടാ. അപ്പോൾ അതാ വെള്ളം തളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാം. ഈ അരിയൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഒന്ന് ഇളക്കിങ്ങാണ്ട് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചങ്ങാണ്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഇനി മസാലയ്ക്കും വേണ്ടി ഒരു പൊടി കുരുമുളക് ഇട്ടിട്ടുണ്ട്, പട്ടയും കറാമ്പും ഏലക്കും, പിന്നെ മല്ലിയില, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചും കണ്ട് ഇത് നല്ലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇത് നല്ലൊന്ന് വറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ആഡ് ആക്കണം. കുറച്ച് ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര ആവശ്യം വെച്ചാൽ അത്ര എടുത്ത് ഇത് വറക്കുക. ഇത് കൂടുതൽ തേങ്ങ ഇടണ്ട. ഇതിപ്പോൾ നമുക്ക് നല്ലൊന്ന് വറക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് നല്ല ചോന്നതിൻ്റെ ശേഷം നമുക്ക് പിന്നെ അരക്കാനെടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇതും ഒന്ന് അരക്കണം. തക്കാളി ഞാൻ ഒരു 6 തക്കാളി എടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് എടുക്കണം. എന്നിട്ടിപ്പോൾ നമുക്ക് ഇത് കൂട്ടാൻ വെക്കാൻ റെഡിയാക്കാം. ഇതൊരു പാത്രം, അതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ഉള്ളിയോളം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇത് മസാല അരച്ച് വെച്ചിട്ടുണ്ട്. ആ മസാല ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കണം. ഇത് നല്ല ഒന്ന് ചോക്കട്ടെ. മസാല സ്മെല്ലൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം ഇതൊക്കെ നമുക്ക് വേണ്ട മസാലയൊക്കെ മിക്സ് ആക്കുക. ഇത് നല്ല ഒന്ന് വറുത്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 2 സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 1 സ്പൂണും മഞ്ഞൾപ്പൊടിയും. ഇതെല്ലാം കൂടി ഒന്ന് നല്ല മിക്സാക്കി കൊടുത്ത് ആ സ്മെല്ല് പോണ വരെ ഇതൊന്ന് നല്ല ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇറച്ചി കഴുകി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇറച്ചി കഴുകി വെച്ചത്. ഇത് 1.5 കിലോളം ഇറച്ചിയുണ്ട്. ഞാൻ 1.5 കിലോൻ്റെ കണക്കിലാണ് ഞാൻ ഇന്ന് മസാല എടുത്തിട്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് കൂടുതലോ കുറച്ചോ ഉണ്ടാക്കിക്കോളേണ്ടി.
ഞാൻ അതിൽ വെള്ളം കുറവുണ്ട്, അതുകൊണ്ട് മിക്സീൻ്റെ ജാറ് കഴുകി ഇതിൽ ഒഴിച്ചിട്ടുണ്ട് വെള്ളം. പിന്നെ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ല മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. നമുക്കൊരു പൊടി കറിവേപ്പിൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിന് ആവശ്യത്തിനുണ്ട് വെള്ളം ഒഴിച്ചും കൊണ്ട് ഇത് നല്ല ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. നല്ല ഇളക്കിങ്ങാണ്ട് മൂടി വെച്ച് കൊടുക്കേണ്ടേ. ഇതിപ്പോൾ കൂട്ടാനൊക്കെ നല്ല തിളച്ച് സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്, ഇറച്ചി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കറി നമുക്ക് വിളമ്പാനെടുക്കാം. ഇതേപോലെ നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. പത്തിരിക്ക്, പുട്ടിന്, പിന്നെ പൊറോട്ടക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ ഉണ്ടാക്കി ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ആദ്യമായിട്ട് നിങ്ങളിത് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത റെസിപ്പി ആയിട്ടോ വ്ളോഗായിട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.